അപ്പോൾ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് വെനീസാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു വെനീസ് എക്സ്പ്ലോർ ചെയ്യാതെ വെനീസിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള 2 ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു, മുറാനോ ആൻഡ് ബുറാനോ. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് ഞങ്ങൾ ബോട്ടിന് ടിക്കറ്റ് എടുക്കുന്നതും വാലിഡേറ്റ് ചെയ്യുന്നതൊക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി, വീഡിയോ എടുക്കാൻ. ഇച്ചിരി തിരക്കായിരുന്നു ടിക്കറ്റ് എടുക്കുന്നിടത്തൊക്കെ, അപ്പോൾ അതുകൊണ്ട് മറന്നുപോയി. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറി ഐലൻഡിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ബസ് സർവീസ് പോലെയാണ് ഇവിടെ ബോട്ട് സർവീസ്, ബസ്സിന് പകരം ബോട്ട്. ഈ യെല്ലോ കളർ കാണുന്നതാണ് ഈ ബോട്ടിൻ്റെ ഓരോന്നിൻ്റെ സ്റ്റോപ്പ്, നമ്മുടെ ബസ് സ്റ്റോപ്പ് പോലെ. അപ്പോൾ ഇതിന് ഓരോന്നും BC അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നമ്പർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓരോ സ്ഥലത്തേക്കും പോകുന്നത് ഇങ്ങനെ ഓരോ എല്ലാ സ്റ്റോപ്പിലൊന്നും എല്ലാം നിർത്തത്തില്ല. ഇത് തന്നെ 3-4 ഉണ്ട്. അത് ചില സ്ഥലത്തിലേക്ക് പോകുന്നിടത്ത് Bയിൽ നിർത്തും, ചിലത് Cയിൽ നിർത്തും, അങ്ങനെ. ഇത് ഗ്ലാസ് ഫാക്ടറിയാണ്. ചീവീടിൻ്റെ ഒച്ച കേട്ടോ, ചീവീടിൻ്റെ ഒച്ച കേട്ടതല്ലേ നിങ്ങൾ? അത് കണ്ട എന്ത് രസമായി. ഗ്ലാസ് ഫാക്ടറിയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ കേട്ടോ ഇത്. അവിടെ ഉണ്ടാക്കുന്നൊരു വീഡിയോ എടുക്കേണ്ടതായിരുന്നു, പക്ഷേ ഞങ്ങൾ അത് കാണാൻ നിന്നില്ല. അത് എപ്പോഴും ഉണ്ടാകുന്നില്ല, അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യണമായിരുന്നു അത് കാണാൻ വേണ്ടി. അതിനുവേണ്ടി ഞങ്ങൾ നിന്നില്ല. അതിനുവെച്ച് UK തന്നെ ഞങ്ങൾ ഐൽ ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയപ്പം അവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, പിള്ളേരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ പിന്നെ ഞങ്ങൾ നിൽക്കാഞ്ഞത്. ഇതുണ്ട് സ്നേക്കിൻ്റെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് ഗ്ലാസ്. 4,900 euro ഈ സാധനത്തിനോ? അതിൻ്റെ വില കേട്ടോ നിങ്ങൾ? അതിൻ്റെ വില കേട്ടായിരുന്നോ? എനിക്കറിയില്ല അതിന് എന്ത് ഭംഗിയായിരുന്നു. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, മാലയും ബ്രേസ്ലെറ്റും ഒക്കെ കണ്ടോ, നല്ല സ്ഥലം കാണാനായിട്ട്. കളർ കോമ്പിനേഷൻ കണ്ടോ. പക്ഷേ ഞാൻ മാലയൊന്നും വാങ്ങിച്ചില്ല, പക്ഷേ റിയായ്ക്ക് ബ്രേസ്ലെറ്റൊക്കെ വാങ്ങിച്ചു കയ്യിലിടാനായിട്ട്. അപ്പോൾ ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇതിൻ്റെ ഈ കളർ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്, കളർ കോമ്പിനേഷൻ കണ്ടോ, നല്ല സ്ഥലം കാണാൻ. പക്ഷെ ഞാൻ വാങ്ങിച്ചൊന്നുമില്ല, കൊണ്ടുവരലൊക്കെ ഒരു ചടങ്ങ്, അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോകുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, ഗ്ലാസ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി അതിലേക്ക് ഒന്ന് നടന്നു. നല്ല രസമാട്ടോ. പക്ഷേ ഭയങ്കര ചൂടായിരുന്നു, 32-33 ഡിഗ്രി ചൂടായിരുന്നു. കുഴപ്പമില്ല. അവിടെ കടയിലൊക്കെ ഇങ്ങനെയാണ് ഗ്ലാസ് കൊണ്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ചെയ്തത്. കാണാൻ നല്ല ഭംഗിയാണ് അതൊക്കെ, സൂപ്പറാണ്. ആൾക്കാരൊക്കെ പറഞ്ഞു ഈ വെള്ളത്തിന് ഈ സമ്മർ സമയത്ത് പോയാൽ മണമായിരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത്. പക്ഷേ ഒരു മണമില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയപ്പോൾ. എന്താണേലും ബ്രിഡ്ജിൻ്റെ ഒക്കെ മണ്ടൊക്കെ ഇരുന്ന് ഫോട്ടോ എടുത്തായിരുന്നു. ഈ തൂങ്ങി കിടക്കുന്ന സാധനം കണ്ടോ, നല്ല രസമല്ലേ കാണാൻ? കണ്ടോ, ചിലതൊന്നും കാണത്തില്ലല്ലേ ഈ ഷെയ്ഡ് കാരണം. ഞാൻ ഇതിൻ്റെ പിക്ചറൊക്കെ 1-2 എടുത്താണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ കയറി പിസയൊക്കെ കഴിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. അടുത്ത വീഡിയോ പറയുന്നുണ്ട്.